അപ്പോൾ ബിന്ദുവിൻ്റെ അഭിപ്രായത്തിൽ ഈ ചാനലായാലും ഓൺലൈൻ മീഡിയ ആയാലും നമ്മൾ പറയുന്ന സത്യസന്ധത ആയിരിക്കില്ല അവർ പബ്ലിഷ് അതാണ് ചെയ്യുമ്പോഴത്തേക്ക്. അതാണ് അവർക്കത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലുമൊക്കെ വെച്ചു. ഞാൻ അവരോട് ചൂടായി തന്നെ സംസാരിച്ചു. നിങ്ങളെന്താ ഇങ്ങനെ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചു, അത് എന്നെ ബാധിക്കില്ലേന്ന് വെച്ചു. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് ഓർക്കാനും നമ്മൾക്കൊരു വർക്കിന് വിളിക്കാനും ഓർമ്മപ്പെടുത്താനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് അതുവരെയും നല്ല കാര്യങ്ങൾ, എല്ലാവരും നല്ല കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമം മാനസികമായിട്ടുണ്ടായ കാര്യങ്ങളും ചിലപ്പോൾ അവിടെ ചർച്ച ചെയ്തിരിക്കാം. അതിന് ഒരിക്കലും നമ്മളെ വർക്കിന് പോലും വിളിക്കാത്തൊരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അവർ ആ ഹെഡിങ് എടുത്ത് മാറ്റി. പക്ഷേ കുറേ അവർ കണ്ടവരൊക്കെ അത് കണ്ടല്ലോ. എനിക്കതിന് ശേഷം പിന്നെ ഞാൻ അവരുടെ വർക്കും ചെയ്തില്ല. ഇനിയിപ്പോൾ അവർ വിളിക്കോ ഇല്ലെന്നുള്ളത് പോലും എനിക്കറിയത്തില്ല. ഓക്കെ. ഏറെക്കാലമായിട്ട് ഇപ്പോൾ സിനിമ ഫീൽഡിൽ നിന്നും കുറച്ച് മാറി നിൽക്കുകയാണല്ലോ. എന്തായിരുന്നു അതിനൊക്കെ? അങ്ങനെ മാറിയെന്നൊന്നുമില്ല. ഞാൻ ലാസ്റ്റ് അഭിനയിച്ചത് കമൽ സാറിന് മമ്മൂക്ക പടം തന്നെയാണ്, കുട്ടിയൊപ്പയിലെ രാജാവ്. എന്തുകൊണ്ടോ ആ ആ പടം ഹിറ്റായിട്ട് പോയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പടം കാണുമ്പോൾ ഭയങ്കര നമുക്ക് ബോറടിക്കുക. പടം കാണുമ്പോൾ നമുക്കത്, ഞാൻ ചെയ്ത പടമാണെങ്കിലും ബോറടിക്കുന്ന പടം അങ്ങനെ തന്നെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഭയങ്കര ലാഗാണ് ആ പടം, നമുക്ക് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും ക്ഷമയുള്ളവരൊന്നും ഇന്നത്തെ കാലത്ത് ഓഡിയൻസ് ഒന്നും ഇല്ല അതുപോലത്തെ ഒരു പടം കാണാനായിട്ട്. ക്ഷമിച്ചിരിക്കും ഒരിക്കലും ഇല്ല, എല്ലാവരും ഇറങ്ങിപ്പോവും. അപ്പോൾ ആ പടമാണ് ഞാൻ ലാസ്റ്റ് അഭിനയിച്ചത്. ഞാൻ ലാസ്റ്റ് അഭിനയിച്ച പടം എന്ന് വെച്ചാൽ, അതിന് ശേഷം എനിക്കെന്നല്ല, എന്നെപ്പോലെ അഭിനയിക്കുന്ന സഹനടികളായുള്ള ആർക്കും വർക്കുണ്ടായിരുന്നില്ല. നമ്മളെപ്പോലെ ഒത്തിരി പേരുണ്ടല്ലോ, ആർക്കും വർക്കുണ്ടായിരുന്നില്ല. അന്ന് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ചത് ലേഡീസിൻ്റെ ക്യാരക്ടർ ഇല്ലാതാക്കിയിട്ടാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ചിരുന്നത്. അന്ന് കോസ്റ്റ് കൂടിപ്പോയെന്നൊരു ഇതൊക്കെ വന്നിട്ട് അങ്ങനെയാണ്. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് സിനിമയിൽ ഓരോ ഭാഗത്തിലും ഇങ്ങനെ കട്ട് ചെയ്ത് വിടുമ്പോൾ അത് സിനിമയെ ബാധിക്കും. ഇപ്പോഴും ഇല്ലല്ലോ. നമ്മൾ ലേഡീസ് ക്യാരക്ടർ എന്തോരം പേരെ വെറുതെ ഇരിക്കുന്നത്, ഞാനും ഉൾപ്പെടെ. അപ്പോൾ എനിക്കത് വർക്കില്ലാതിരുന്നു. അതോടുകൂടി വർക്കില്ലാതെയായി, ആർക്കും വർക്കില്ലാതെയായി. ഇപ്പോൾ എനിക്ക് വേറെ പ്രത്യേകിച്ച് കൈത്തൊഴിലൊന്നും എടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് എത്രയോ വർഷങ്ങളായിരുന്നു. പിന്നെ മകളുണ്ട്, മകളുടെ കുട്ടിയുമുണ്ട്. മാത്രമല്ല ഞാൻ അന്നും ഇന്നും ഒക്കെ റെൻറ്റിന് തന്നെ താമസിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് ഈ ഇൻ്റർവ്യൂവിന് വരുന്നതിന് ഒരു 2 ദിവസത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 3 ദിവസത്തിന് മുമ്പ് ഹോസ്പിറ്റലിൽ ഐസിയുലായിരുന്നു. അത് എന്തായിരുന്നു കാരണം? അത് എനിക്കൊരു ബുട്ടിക്കുണ്ട്. ആ ബുട്ടിക്ക് പെട്ടെന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. ജംഗ്ഷനിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കുകയാണെങ്കിലും പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് എന്നെ അത് ബാധിച്ചു, ബിസിനസ്സിനും ബാധിച്ചു. കാരണം ഒരു ബുട്ടിക്കിൽ ഒരു ബ്ലൗസോ അല്ലെങ്കിൽ ഒരു ഉടുപ്പ് തുന്നാൻ വന്നവർ സാധാ ആൾക്കാർ ബുട്ടിക്കിൽ കയറി വരത്തില്ല. അത്യാവശ്യം വണ്ടി ഉണ്ടാവും, കാറുണ്ടാവും, കാറില്ലാത്തവരാരുമില്ല. അപ്പോൾ വണ്ടി എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ട് വേണം നമ്മൾ ബുട്ടിക്കിലോട്ട് വരാൻ. മാത്രമല്ല, ഞാൻ ഉദ്ദേശിച്ച അത്രയും സിഗ്നലിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നെങ്കിലും ഞാൻ ഉദ്ദേശിച്ച അത്രയും വൈബ് എനിക്ക് കിട്ടിയില്ല അവിടെ. ഞാൻ വിചാരിച്ചു അവിടെ നല്ല വൈബാണ്, എല്ലാവരും കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ സിഗ്നൽ ആയതുകൊണ്ട് ഈ ക്രോസ് ചെയ്യുമ്പോൾ എല്ലാവരും വണ്ടി സിഗ്നലേ നോക്കുള്ളൂ, വണ്ടി വരുന്നുണ്ടോ അല്ലെങ്കിൽ തട്ടാതെ പോരാൻ. അപ്പോൾ ഈ ബോർഡ് നോക്കാനായിട്ട് എല്ലാവരും വിട്ടു. കുറച്ച് പേരൊക്കെ വന്നു പലരും, പക്ഷേ വണ്ടി പാർക്ക് ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, ഞാൻ ആ ചെറിയ ഷോപ്പിൽ അത്രയും ഇൻറ്റീരിയലും അതേപോലെ ചെയ്ത് ഒതുക്കിയാണ് അത്രയും ചെയ്തത്. അപ്പം അതെല്ലാം കൂടി എങ്ങനെ അപ്പം എനിക്കൊരു ഗ്രൗണ്ട് ഫ്ലോർ കിട്ടി. അവിടെ തൊട്ടടുത്ത് തന്നെ കടവന്തറ തന്നെ. അവിടെ നിന്ന് ജസ്റ്റ് ഒരു മീറ്ററേ ഉള്ളൂ. റോഡ് സൈഡിൽ നിന്ന് ഒരു 150 മീറ്ററുകൾ വേണ്ട ഇവിടെ നിന്ന്. അപ്പോൾ ചെറുപറമ്പത്ത് റോഡ് എന്ന് പറയും. ആ ഗ്രൗണ്ട് കിട്ടി. പാർക്കിംഗ് ഉണ്ട് അവിടെ, 2-3 വണ്ടി പാർക്ക് ചെയ്യാനുണ്ട്. അതുകൂടാതെ തന്നെ റോഡിലൊക്കെ ഇടാം. അത്രയും റഷ് റോഡല്ല, ബസ് റൂട്ട് അല്ലാത്തതുകൊണ്ട് അവിടെ സൗകര്യമുണ്ട്. അപ്പോൾ ഞാനത് എടുത്തു. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോഴും എനിക്ക് അതെങ്ങനെ ഇതവിടെ എത്തിക്കുമെന്നൊരു ചിന്ത വന്നിട്ട് എനിക്കത് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാൻ ആ സമയത്ത് ഭക്ഷണത്തിലൊക്കെ തീരെ ശ്രദ്ധിക്കാതെ വന്നു. BP കുറഞ്ഞു, ബ്ലഡ് കുറഞ്ഞു, സാമ്പത്തികമായിട്ട് ഡൗൺ ആയിപ്പോയി. ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയി. എന്ന് വെച്ചാൽ ഞാൻ അന്ന് സാമ്പത്തികമല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഇത് എന്നെ ആരെ സഹായിക്കുക എന്നുള്ളൊരു ഇതായിപ്പോയി. കാരണം ഞാനും അവിടുത്തെ ഫാഷൻ ഡിസൈനറും കൂടിയൊക്കെയാണ് സാധനങ്ങൾ അവിടെ എത്തിച്ചത് വെച്ചത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഒരു തുണി എന്ന് പറയുന്നത് അത്യാവശ്യം വെയിറ്റുള്ള സാധനമാണ്. അത് എടുക്കുക, വെക്കുക, പിന്നെ അത് എങ്ങനെ പിന്നെ ഇന്ത്യയിൽ അത്രയും പൈസ മുടക്കി ചെയ്തേക്കണല്ലേ. ഇതെല്ലാം അഴിച്ചെടുക്കും, എനിക്ക് ഒരുപാട് നഷ്ടം വരും. ബോർഡ് വെച്ചിരിക്കുന്ന നല്ലൊരു എമൗണ്ട് കൊടുത്തായിരുന്നു. എല്ലാം കൂടി ആലോചിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ വന്നു. ഞാൻ മൊത്തം ഡൗൺ ആയിപ്പോയി.
ഭക്ഷണവും കഴിക്കാതെ ഒന്നും കഴിക്കാതെ വന്നു. BP ഡൗൺ ആയി, ബ്ലഡ് കുറഞ്ഞു, പിന്നെ തലവേദനയും പനിയും വന്നിട്ട് തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ ചെയ്തെങ്കിലും മാറിയില്ല. വീണ്ടും വന്നു, ചെസ്റ്റിന് ഇൻഫെക്ഷൻ വന്നു. കാരണം ഈ തുണികളൊക്കെ എപ്പോഴും നമ്മൾ എടുക്കാൻ വെക്കുക, അതിൻ്റെ പൊടിയും വെയിറ്റ് എല്ലാം കൂടി ആയപ്പോൾ അങ്ങനെ എമർജൻസി പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അമൃതയിലായിരുന്നു. പിന്നെ അവിടെ പിന്നെ പെട്ടെന്ന് എനിക്ക് കണ്ണിന് ഒരു കാഴ്ച പെട്ടെന്ന് ഇങ്ങോട്ട് ഇരുട്ടായിപ്പോയി, കണ്ണിൽ ബ്ലറർ പോലെ ഇങ്ങനെ ആയിപ്പോയി. എനിക്കിപ്പോൾ പ്രശാന്ത് അവിടെ ഇരിക്കേണ്ടത് എനിക്ക് എനിക്കൊരു ആളുണ്ടെന്നറിയാം, പക്ഷെ എനിക്ക് വ്യക്തമായിട്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്നൊരു 3 ദിവസം അവർ ICUവിൽ കിടക്കേണ്ടി വന്നു. അതിനുശേഷം BP ഒക്കെ നോർമൽ, സോഡിയം കുറഞ്ഞു, പൊട്ടാഷ്യം. കണ്ണിന്റെ ഈ മങ്ങൽ BP ഒന്നുമല്ല, അതെന്തോ പെട്ടെന്നൊരു ബ്ലഡ് എന്തോ ഒരു ഇത് വന്നതാണ്. എന്താണ് കാരണം എന്നുള്ളത് ചോദിച്ചപ്പോൾ അത് ഇങ്ങനെ ഒരു എന്തോ ഹാർട്ടിലോട്ട് പെട്ടെന്നുള്ളൊരു പേടിച്ചുപോയി. എനിക്കൊന്നും കാണത്തില്ലായിരുന്നു. ICUവിലോട്ട് പോകുമ്പോഴും, ICUവിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പകൽ പോലെ വെളിച്ചമാണ് ICUവിൽ. അതിക്ക് മുമ്പ് ഞാനൊരു പ്രാവശ്യം കിടന്നുണ്ടെങ്കിലും ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് ICUവിൽ കിടക്കുന്നത്. അപ്പോൾ എന്നെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തതാണ്, പറഞ്ഞ സമയം കൊണ്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ ട്രോളി കിടക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും കാണുന്നില്ലായിരുന്നു. എൻ്റെ വിചാരം അവരെന്നെ എവിടെയോ കൊണ്ടുപോയിട്ട് ഒബ്സർവേഷന് എവിടെയോ ഒരു ഇരുട്ട് റൂമിൽ, ഏകദേശം ഈ ഒരു ലൈറ്റിൽ അല്ലെങ്കിൽ ഇതിനേലും കുറവുള്ള ലൈറ്റിൽ, ഇതിൻ്റെ ഈ സൈഡ് ലൈറ്റില്ലല്ലോ, അതേപോലത്തെ റൂമിലാണ് എന്നെ കൊണ്ടുപോയിട്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് അത്രയും വെളിച്ചം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എത്രയോ സമയം, 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ആ മയക്കത്തിൽ എഴുന്നേറ്റ് തന്നെ ICUവിലെ നേഴ്സുമാരെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ നേഴ്സുമാരെയൊക്കെ നമ്മളെപ്പോഴും സങ്കല്പിക്കുക മാലാഖമാർ എന്ന് പറയും അല്ലേ. നമ്മൾ ഹെഡിങ്ങിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടെ പോയി കാണുന്ന മാലാഖമാരല്ലേ, സത്യത്തിൽ മാലാഖമാരെ കാണുന്ന അവിടെയാണ്. എന്താ ഒരു കെയറിങ്, എന്താ ഒരു സ്നേഹം അവരുടെ. എന്നോട് ആ കണ്ണിനെ കാഴ്ച ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുന്ന സമയത്ത് അവരൊരു കുട്ടികളോട് പെരുമാറുന്ന പോലെയാണ് അവരെന്നോട് പെരുമാറിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കേൾക്കാം, എനിക്ക് ശരിക്കും കാണുന്നില്ല. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ കയ്യിലൊക്കെ കാലിലൊക്കെ ക്യൂടെക്സ് ഒക്കെ നല്ല ഭംഗിയുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലോ ബിന്ദു ക്യൂടെക്സ്, ഇത് എവിടെ നിന്ന് വാങ്ങിയതാന്നൊക്കെ എന്നോട് ഏതോ നേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരെയൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് സംസാരം തന്നെ എനിക്ക് അങ്ങോട്ട് കൈയും കാലൊക്കെ തളർന്നു പോയായിരുന്നു. തളർന്നിട്ട് സംസാരമൊക്കെ വളരെ പതുക്കെയാണ് ഞാൻ സംസാരിച്ചത്, അത്ര എനിക്ക് പറ്റുന്നുള്ളായിരുന്നു. അപ്പം പക്ഷേ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എനിക്കിങ്ങനെ ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ ചാരിക്കിടന്ന ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ അതുവരെ, ഈ കണ്ണിന് ഇത് വന്നിട്ട്. അപ്പോൾ അവരെന്നെ ഭക്ഷണം കഴിക്കാമെന്ന് അവരെന്നെ വിളിച്ച് എണിപ്പിച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് കണ്ണ് തുറന്നപ്പോൾ ഞാൻ ഞെട്ടി. ഇന്നും എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇത്രയും വെളിച്ചത്താണ് ഞാൻ ഇരുന്നതെന്നുള്ള ഓർമ്മ എനിക്ക് വന്നിട്ട് ഞാൻ ഈ സിസ്റ്ററെ അങ്ങനെ പിടിച്ചു ഇറുക്കി. സിസ്റ്റർ, ഞാൻ ഇത്രയും വെളിച്ചത്താണോ ഇരുന്നത് ഇത്ര നേരം? അതേ ബിന്ദു, ഇത്ര വെളിച്ചത്തായിരുന്നു, എനിക്ക് തോന്നിയില്ല അല്ലേ, സാരമില്ല കേട്ടോ എന്നും പറഞ്ഞിട്ട് അവരങ്ങനെ എന്നെ ഇങ്ങനെ പുറത്തിങ്ങനെ ഇങ്ങനെ കാണിച്ച് ആശ്വസിപ്പിച്ചു. അത് എത്രയോ എനിക്ക് തോന്നുന്നു 1-2 മിനിറ്റ് പോലും ഞാൻ അവരങ്ങനെ അതേപോലെ പിടിച്ചിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ സത്യത്തിൽ എന്നെ ഇരുട്ടിലോട്ടായിപ്പോയത് ഒരിക്കലും തിരിച്ച് കിട്ടില്ലെന്നൊരു ചിന്തയൊക്കെ എനിക്ക് വന്നു. ഏകദേശം ഒരു 2-3-4 മണിക്കൂർ ഞാൻ ഇരുട്ടിലായിരുന്നു. സത്യം ഒന്നും എനിക്ക് കാണുന്നില്ല. നമ്മൾ കണ്ണടച്ച നമ്മൾ ശരിക്കും നമ്മൾ ഈ കുരുടന്മാരെ അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവരെന്ന് വെച്ചാൽ ഒരു ജീവിതം ഭയങ്കരമാണ്, അന്ധമാണ്, ഒന്നുമില്ല പ്ലെയിൻ. അവർക്കെല്ലാം എപ്പോഴും ഒരേപോലെയാണ്, വെളിച്ചമില്ല, അവർക്ക് ഇരുട്ടാണ്. ആ ഇരുട്ട് ഞാൻ അനുഭവിച്ചു. അതെന്തുകൊണ്ടാണ് വന്നതെന്നുള്ള ചിന്ത എനിക്കറിയത്തില്ല. ഡോക്ടറോട് ചോദിച്ചപ്പോൾ അപ്പം ഞാനാകെ അങ്ങനെ മൊത്തത്തിൽ തളർന്നിരിക്കണമല്ലോ, അതുകൊണ്ട് അവരൊന്നും എന്നോട് കറക്റ്റ് പറഞ്ഞില്ല. പക്ഷെ കണ്ണിനെ ഞാനൊരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒത്തിരി വർഷമായി. അതുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചിട്ട് അപ്പം തന്നെ ICUവിലൊക്കെ കണ്ണിന് വന്ന് ടെസ്റ്റൊക്കെ ചെയ്തായിരുന്നു, ICU തന്നെ വന്നിട്ട്. അപ്പോൾ വീണ്ടും എനിക്ക് അവിടെ നിന്ന് ഞാൻ ICUന്ന് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം കണ്ണിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുരുത്തം പോലെ ഒന്നും എന്നെ കണ്ണിനെ ഒന്നും ബാധിച്ചിട്ടില്ല. ആ സമയത്ത് പെട്ടെന്ന് അങ്ങനെ എന്തോ വന്നു, അത്രേ ഉള്ളൂ. രക്ഷപ്പെട്ടു എന്തായാലും. ഒരു പേടി സ്വപ്നമായി ഇന്നും മനസ്സിലുണ്ട്. അതെ അതെ. അതുകൊണ്ടാണ് എനിക്ക് ആ നേഴ്സുമാർ ആ 3 ദിവസം എന്നോട് കാണിച്ചതും എന്നോട് മാത്രമല്ല കേട്ടോ, അവിടെ ഇരിക്കുന്ന എല്ലാ പേഷ്യൻസും, പല പ്രായക്കാർ,
അവിടെ ഫിമെയിലും മെയിലും ഉണ്ട്. അവരെല്ലാവരോടും ഒരേപോലെയാണ്. അവർ ഭക്ഷണം കഴിക്കാത്തതിന് വഴക്കും പറയുന്നുണ്ട്. പക്ഷെ എന്നോട് കുറച്ചും കൂടി കെയറിങ്, ഞാനൊരു ആർട്ടിസ്റ്റ് കൂടി ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്നോട് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരുന്നു അവരൊക്കെ. പിന്നെ ഞാൻ അവർ പറയണ പോലെ അനുസരിക്കാതിരിക്കുകയോ, ഞാൻ ആരും പറഞ്ഞാൽ അനുസരിക്കുന്നൊരു കൂട്ടത്തിലാണ് പൊതുവെ. എനിക്ക് പറ്റാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുമെങ്കിലും അനുസരണ എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ഉള്ളൊരു ശീലമാണ്. അപ്പം നേഴ്സുമാർ പറയുകയാണെങ്കിൽ ഞാനത് അനുസരിച്ചിരുന്നു. അപ്പോൾ അവർക്ക് എന്നെ വഴക്ക് പറയാനോ അല്ലെങ്കിൽ വേറെ ഒന്നും പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, നമ്മൾ കിടക്കുമ്പോൾ ഈ വെളിച്ചം അവരൊരിക്കൽ പോലും ലൈറ്റ് ഓഫ് ചെയ്യലോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്തെ പേഷ്യൻ്റ് നിരങ്ങിയും മൂളയും അവർക്ക് വേദന എടുത്തിട്ടൊക്കെ പറയുമ്പോൾ ഇവരെനിക്ക് സ്ക്രീൻ കൊണ്ടുവന്ന് വെച്ച് തരുമായിരുന്നു. മാഡം ഉറങ്ങിക്കോ എന്ന് വെച്ചാൽ ഉറക്കം കിട്ടാത്തില്ല, ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അത്രയും കെയറിങ് ആയിരുന്നു. എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പോരണ സമയത്തും അവരെല്ലാവരും ഇനി കാണാമെന്ന് പറയണതല്ല, എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് ഞാൻ ICU നിന്ന് ഇറങ്ങിയത്.